ഏത് രോഗവും നമ്മുടെ കർത്താവിന് സുഖപ്പെടുത്തുവാൻ കഴിയും. ഏത് രോഗവും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് കൃപ തരുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യായങ്ങളെ ഇഴകീറി നമ്മളോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 9-ാം അധ്യായത്തിലെ 3-ാമത്തെ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ പത്രോസിനെ കർത്താവ് ലുദ്ദയിൽ അയച്ച് ചെയ്യുന്നൊരു ദൈവപ്രവൃത്തിയാണ്. സുവിശേഷത്തിനകത്ത് രോഗശാന്തി ഉണ്ട് ദൈവമക്കളെ. രോഗശാന്തി കർത്താവ് മക്കൾക്ക് അവകാശം പറഞ്ഞതാണ്. ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം വരും, മരണകരമായത് യാതൊന്ന് കുടിച്ചാലും കടിച്ചാലും ഹാനി വരത്തില്ല. ഇതെല്ലാം സുവിശേഷത്തിനകത്തുണ്ട്. കാരണം ഇതെല്ലാം പിശാചിൻ്റെ പ്രവർത്തികളാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തെ പ്രത്യക്ഷനായെന്ന് വചനമുണ്ട്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില രോഗക്കെട്ടുകളത് അഴിക്കും കേട്ടോ. വചനം വിശ്വസിച്ചോണം. ഓക്കെ, മടങ്ങി വരാം. പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ഐനെയാസ് 8 സംവത്സരമായിട്ട് അവനവിടെ കിടക്കുന്നത്. അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ്റെ പേഴ്സണ കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ, പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ. യെസ്, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉള്ള അവസ്ഥയിലായിരിക്കുന്നുണ്ടോ? മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ, മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്താലേ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിറവേറത്തുള്ളൂ എന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അതിന് പിന്നിലൊരു ശക്തിയുണ്ട്, പൈശാചിക ശക്തി. ആ ശക്തിയെ പുറത്താക്കുന്ന ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ആമേൻ, ആമേൻ. അവിടെ പത്രോസ് പറയുന്നൊരു പദം ഇങ്ങനെ, ഐനെയാസേ, ആമേൻ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും. ഐനെയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. അതെ, ഇന്നും ആ നാമമാ മഹത്വമെടുക്കുന്നത്, ഇന്നും ആ നാമമാ ഉയരുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആ നാമത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. പക്ഷപാതം പിടിച്ചിരിക്കുന്നത് പോലെ, മറ്റൊരാളെ കൂടാതെ, മറ്റൊരാളെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിൽ ഭാരപ്പെടുന്നവരെ ഇന്ന് രാവിലെ, ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് സമയത്തായാലും ആത്മാവിനോട് പറയുന്നു, ആമേ, കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്, കർത്താവ് നിങ്ങളെ വിടുവിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്തൊരു രോഗശാന്തി, ഇതുവരെ ഇല്ലാത്ത ഒരു അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് നൽകി തരികയാണ്. യെസ്, ഐനെയാസിനെ സൗഖ്യമാക്കിയ കർത്താവ് ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഡിവൈൻ ഹീലിംഗ് ആയിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഏത് പ്രയാസമുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്നോ അവിടേക്ക് നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഉടനെ അവൻ എഴുന്നേറ്റു. ഈ സന്ദേശം കേൾക്കുന്ന, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും വിടുതൽ ഇപ്പോൾ നടക്കട്ടെ. ഉടനെ അവൻ എഴുന്നേറ്റു, ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഇന്ന് രാവിലെ കാലം ഞാൻ ദൈവാത്മനിയോഗത്തിൽ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വന്ന ഈ പ്രതിസന്ധി, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ വിഷയം, ഈ പ്രയാസം ചില കർത്താവിലേക്ക് തിരിയുന്നതിന് മുഖാന്തരമായി മാറാൻ പോവാം. ചില കർത്താവിലേക്ക് വരുന്നതിന് മുഖാന്തരമായിട്ട് മാറാൻ പോവാം. സ്വർഗം അത് ചെയ്യുകയാണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേൾക്കാൻ റെഡി ആയിക്കോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇളവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഏത് രോഗവും അങ്ങ് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന്, അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കാലപ്പഴക്കം ചെന്ന ഐനെയാസിൻ്റെ പക്ഷവാതത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ പത്രോസ് കൈപിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ എല്ലാവരും കർത്താവിലേക്ക് തിരിയാൻ അത് മുഖാന്തരമായതുപോലെ ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. ദൈവനാമ മഹത്വം എടുക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745
600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.